പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ എനിക്ക് സ്തുതി. നമ്മുടെ മേൽത്തന്നെ കരുണയും മനോഹരതയും ഉണ്ടായിരിക്കട്ടെ. ഡല്ലസിലെ വിശുദ്ധനായ മോർ ഇഗ്നാത്തിയോസ് നൂറോനയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന കത്തീഡ്രലിന്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന പെന്തക്കോസ്തി ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ തക്കവണ്ണം, ചിന്തിക്കുവാൻ തക്കവണ്ണം ഒരു പ്ലാറ്റ്ഫോം ക്രമീകൃതമായിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം അവസരം തന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്ന വേദഭാഗം. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെയും അല്ലെങ്കിൽ അവൻ്റെ ഫലങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഏറ്റവും അവസാനത്തോട് ചേർന്ന് പ്രതിപാദിക്കുന്ന ഒരു കൃപാവരമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിരിക്കുന്ന സൗമ്യത. കന്യാമറപ്പിളച്ചൻ തൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തർജ്ജമയിൽ ഈ ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജെന്റിൽനെസ് എന്ന അർത്ഥത്തിലാണ്. എന്നാൽ സത്യവേദ പുസ്തകത്തിൽ ഇതിനെ സൗമ്യത എന്ന വാക്കുകൊണ്ടാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രൂപം, മൂലഭാഷ ഗ്രീക്ക് ഭാഷയായതിനാൽ ഗ്രീക്ക് ഭാഷയിൽ ഈ വചനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരൗത്തേസ് എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ്. അതിൻ്റെ കൃത്യമായ ഇംഗ്ലീഷ് പരിഭാഷയോ അല്ലെങ്കിൽ ഒരു മലയാള പരിഭാഷയോ കണ്ടെത്തുക പ്രയാസമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ വാക്യത്തെ അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കാമോ എന്നുള്ള കാര്യം സംശയമാണ്. എങ്കിലും ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിന് പലതരത്തിലുള്ള അർത്ഥങ്ങളിലേക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഭാവങ്ങളിലേക്ക് ഈ പദത്തെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പുവർ, നീഡി, വീക്ക്, ഹംബിൾ, ജെന്റിൽ എന്നീ പലവിധമായ അർത്ഥങ്ങൾ ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തോടും സത്യവേദപുസ്തകത്തോടും ചേർന്ന് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ആ വാക്യത്തെ ഇങ്ങനെ രൂപാന്തരപ്പെടുത്താം. അത് സൗമ്യതയുള്ളവർ എന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗുണം സൗമ്യത എന്നുള്ളതാണ്. എന്താണ് വാസ്തവത്തിൽ സൗമ്യത? വിനയത്തോടെ മറ്റുള്ളവരോടുകൂടി ഇടപെടുക എന്ന അർത്ഥത്തിൽ മാത്രമാണ് സൗമ്യത എന്ന് മലയാള ഭാഷയിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെയല്ല. സൗമ്യത എന്ന വാക്കിന് വിശാലമായ അർത്ഥതലമാണ് വേദപുസ്തക ഭാഷയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് സൗമ്യത എന്ന വാക്കിന് നൽകുന്ന അർത്ഥം മറ്റാരും അറിയപ്പെടാതെ, മറ്റാരും ഒരു പ്രസിദ്ധി ലഭിക്കാതെ മനുഷ്യന് വേണ്ടി, സഹജീവിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ്. സൗമ്യത അഥവാ വീക്ക്നെസ് എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ ആഴത്തിൽ പഠിക്കുമ്പോൾ ലഭിക്കുന്ന ഒരർത്ഥം മറ്റുള്ളവർക്ക് വേണ്ടി അവരറിയാതെ ജീവിക്കപ്പെടുന്ന മനുഷ്യർ എന്നാണ്. വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവർക്കുള്ള സേവനങ്ങളും സ്നേഹങ്ങളും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും പ്രകടനപരതയുടെ ഭാഗമായിക്കൊണ്ടിയാണ്, മറ്റുള്ളവർ കാണുവാനും അറിയുവാനും വേണ്ടിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ലഭിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ സൗമ്യത എന്ന വാക്കിന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന അർത്ഥം മറ്റാരും അറിയപ്പെടാതെ, മറ്റാർക്കും ഒരു പരസ്യം കൊടുക്കാതെ അവനവന് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനാവുക എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ ഫലത്തിൻ്റെ ഏറ്റവും കൃപാദായകമായ അർത്ഥം. സൗമ്യത എന്ന വാക്കിൻ്റെ അർത്ഥം മറ്റാരും അറിയപ്പെടാതെ എന്നാൽ അവർക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ എന്നാണ്. രണ്ടാമത്തേത് സ്വന്തം കുറവുകളെ തിരിച്ചറിയുന്ന മനുഷ്യൻ എന്നാണ് സൗമ്യത എന്ന വാക്കിൻ്റെ അർത്ഥം. നമുക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ പരാധീനതകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം കുറവുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. നമുക്ക് നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ ക്രമപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ ആ കൃപാവരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിരിക്കുന്ന സൗമ്യത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് തൻ്റെ ശരികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ്. പലപ്പോഴും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ശരികളൊക്കെ മാറ്റിവെച്ച് ലോകത്തിൻ്റെ ശരികൾക്കൊപ്പം നീങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തിത്വത്തെ പോലും പലപ്പോഴും പണയപ്പെടുത്തിക്കൊണ്ട്, അത് ആത്മീയമായ ജീവിതത്തിലാവട്ടെ ഭൗതികമായ ജീവിതത്തിലാകട്ടെ, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട്, അവരുടെ പ്രീതി നേടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. അവിടെ എനിക്ക് ലഭ്യമായിരിക്കുന്ന ശരികൾ, എനിക്ക് മനസ്സിലായിരിക്കുന്ന ശരികൾ, ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം ഒരു ലോകത്തിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട്, ജീവിതത്തിൽ നമസ്കരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രീതി നേടി ജീവിക്കുന്ന മനുഷ്യർ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ലഭിച്ച സൗമ്യതയുള്ള മനുഷ്യൻ്റെ പ്രത്യേകതയോ അവൻ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്ത ശരികൾക്ക് വേണ്ടി അവൻ്റെ ജീവിതത്തെ അവൻ ക്രമപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നാലാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് നിബന്ധനകളില്ലാതെ വഴിമാറി നടക്കുന്ന മനുഷ്യർക്ക് വിളിക്കുന്ന പേരാണ് സൗമ്യതയുള്ളവൻ. എന്താണ് നിബന്ധനകൾ? ഒരു സമൂഹത്തിൽ
ഒരു കൂട്ടായ്മയിൽ, പലപ്പോഴും ക്രൈസ്തവ ജീവിതത്തിൽ തന്നെ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങൾ വേണ്ടുന്ന വിധത്തിൽ വേണ്ടപ്പെട്ടവരോട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. എന്നാൽ പലപ്പോഴും ആളുകൾ ഇത്തരത്തിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന ആവശ്യങ്ങളുടെ മുമ്പിൽ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി സദായപ്പോഴും നിലകൊള്ളും. അത് ഒരു വാശി പോലെ ജീവിതത്തിൽ ക്രമപ്പെടും. അവസാനം താൻ ആയിരിക്കുന്ന സമൂഹത്തിൽ ഒരു പ്രശ്നക്കാരനായി താൻ മാറ്റപ്പെടുന്നത് വരെ ഈ സ്വഭാവം തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഫലം ലഭിച്ച സൗമ്യതയുള്ള മനുഷ്യരുടെ പ്രത്യേകത, അവന് പറയുവാനുള്ള കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തുകയും അവസാനം ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം അത് കേൾക്കേണ്ടവർ കേൾക്കുന്നുണ്ടോ എന്ന് സൗമ്യമായി നോക്കുകയും, കേൾക്കുന്നില്ല എങ്കിൽ വാശി പിടിക്കാതെ, ബഹളം പിടിക്കാതെ ആ സമൂഹത്തിൽ നിന്ന് ഒഴിമാറി നടക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഒരു കലഹത്തിന്റെ വിത്തോ ഒരു വ്യാകുലത്തിന്റെ വിത്തോ ക്രമപ്പെടുത്താതെ സമാധാനത്തോടെ വഴി നടക്കുന്ന മനുഷ്യന് അവസാനത്തെ ചിന്ത എന്ന് പറയുന്നത് ആരോടും ധൈര്യത്തോടെ, മുഖം നോക്കാതെ, പക്ഷപാതം ചെയ്യാതെ പ്രതികരിക്കാനുള്ള ശക്തിയുള്ളവന്റെ പേരാണ് സൗമ്യതയുള്ളത്. പരിശുദ്ധാത്മാവിന്റെ ഈ വലിയ ഫലം അത് ഇക്കാലത്ത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാധീനത. നമുക്ക് മുഖം നോക്കാതെ പറയാൻ പറ്റുന്നുണ്ടോ? മുഖം നോക്കാതെ പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ? സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ചിന്തിക്കേണ്ട വിഷയമാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ സൗമ്യമായ ദിവസങ്ങളിൽ ദൈവത്തിന്റെ എല്ലാ കൃപാവരങ്ങളും, പ്രത്യേക സൗമ്യതയുടെ എല്ലാ ഫലങ്ങളും എനിക്കും നിങ്ങളിലും ഉണ്ടാകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ദേവാലയത്തിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കുമുള്ള സ്നേഹവും പ്രാർത്ഥനയും സമർപ്പിച്ചുകൊണ്ടും വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം